ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? തനിമ മലയാളം സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബെല്ല എന്ന കഥയുടെ 2ാം ഭാഗമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കഥ കാണാം. ലിസയും ബെന്നും വീട്ടിലെത്തി. രാത്രിയായപ്പോൾ അവർ ഉറങ്ങാൻ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലിസ ഒരു ശബ്ദം കേട്ട് എഴുന്നേറ്റു. അവൾക്ക് ഉറക്കം വരുന്നില്ല. വൈകിട്ട് നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ വാതിൽ തന്നെ തുറന്നു കിടക്കുന്നു. പുറത്ത് നല്ല നിലാവ്. അവൾ വീണ്ടും അതേ ശബ്ദം കേട്ടു, ബെല്ലയുടെ കരച്ചിൽ. അതുകേട്ട് ബെന്നും എഴുന്നേറ്റു. കരണ്ടും പോയി. ബെൻ മറ്റൊരു മുറിയിൽ പോയി ഒരു മെഴുകുതിരി കത്തിച്ചു. അവർ ശ്രദ്ധിച്ചപ്പോൾ തട്ടിനു മുകളിൽ വീണ്ടും കരയുന്ന ശബ്ദം. അവർ പേടിച്ചരണ്ട് മുകളിലെത്തി. നോക്കിയപ്പോൾ അതാ ആ പാവ തങ്ങളുടെ വീടിൻ്റെ തട്ടിൽ എത്തിയിരിക്കുന്നു. ലിസയും ബെന്നും പാവയോടായി ചോദിച്ചു, "നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞങ്ങൾ എന്തു തെറ്റാണ് നിന്നോട് ചെയ്തത്?" അപ്പോൾ ആ പാവ എഴുന്നേറ്റ് നിന്ന് തിരിഞ്ഞു നിന്നു. അതിൻ്റെ അടുത്തായി ഒരു കണ്ണാടി. അതിൽ പാവയുടെ രൂപം. ആ പാവ പറഞ്ഞു, "എന്നെ ഈ കണ്ണാടിയിൽ തളച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കണ്ണാടി പൊട്ടിച്ച് എന്നെ ഇതിൽ നിന്നും മോചിപ്പിക്കണം." ഇത് കേട്ട് ബെന്നും ലിസയും ഒന്നാലോചിച്ചു. എന്നിട്ട് ആ കണ്ണാടി പൊട്ടിച്ചു. പെട്ടെന്ന് ബെന്നും ലിസയും മറ്റൊരു വീടിൻ്റെ തട്ടിൻമുകളിലെത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ മുറി തുറന്ന് താഴേക്ക് പോയി. മറ്റൊരു മുറിയിലെത്തി. അത് ബെല്ലയുടെ മുറിയായിരുന്നു. ബെല്ല സംസാരിച്ചു തുടങ്ങി. "ഞാൻ ബെല്ലയാണ്. എന്നെ ഇത്രയും നാൾ ആ വീട്ടിലെ കണ്ണാടിയിൽ തളച്ചിട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്നെ മോചിതയാക്കി. ഇനി എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട്. എൻ്റെ അച്ഛനെയും അമ്മയെയും അവസാനമായി ഒന്ന് കാണണമെന്ന്. നിങ്ങളും എൻ്റെ കൂടെ വരണം. അവരോടും യാത്ര പറഞ്ഞ് എനിക്ക് എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും പോകണം." അങ്ങനെ ബെന്നും ലിസയും ബെല്ലയും പെട്ടെന്ന് അവിടെ നിന്നും അപ്രത്യക്ഷരായി. അവർ ബെല്ലയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലെത്തി. മകളെ കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും വിശ്വസിക്കാനായില്ല. ബെൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. അവർ അവളെ ചേർത്തു പിടിച്ചു. അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൾ അവരോട് യാത്ര പറഞ്ഞു. ബെന്നിനോടും ലിസയോടും നന്ദി പറഞ്ഞ് അവൾ ഈ ഭൂമിയിൽ നിന്നും സന്തോഷത്തോടെ എന്നേക്കുമായി യാത്രയായി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.